തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും എനിക്ക് കാണിക്കപ്പെടുമേ. നന്മ ചെയ്യും വഹമിത്തുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ഇഷ്ടം വെച്ച് മഹബത്ത് വെച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് കണ്ടാൽ അവർക്ക് വേണ്ടി റബ്ബിനോട് ഞാൻ പാപമോചനത്തെ തേടുമെന്ന് സ്വാദിഖുൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന, അവിടത്തെ ഇഷ്ടം വെക്കുന്ന, അവിടത്തെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ ആഗ്രഹങ്ങളിൽ, നമ്മുടെ നോട്ടങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ ആഗ്രഹങ്ങളിൽ, നമ്മുടെ ബിഹേവിയറുകളിൽ, നമ്മുടെ ഹെയർ സ്റ്റൈലുകളിൽ, നമ്മുടെ ജീവിത രീതികളിൽ എല്ലാത്തിലും അല്ലാഹുവിന്റെ റസൂല് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിത രീതിയുണ്ട്, ഒരു സ്വഭാവ രീതിയുണ്ട്. അല്ലാഹുവിന്റെ ദീന് നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു അനുവാദമാകുന്ന ജീവിത ശൈലിയുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് മറികടന്നാൽ മുത്തു റസൂലുള്ളാഹി തങ്ങളെ വേദനിപ്പിക്കലാണ്, വിഷമിപ്പിക്കലാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ ഹൃദയം നന്നാക്കി തരണേ അല്ലാ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. സ്വലാത്ത് ഒരു ഹരമാകണം, സ്വലാത്ത് ജീവിതത്തിന്റെ ഭാഗമാകണം, സ്വലാത്ത് ധാരാളമായി ചൊല്ലണം. അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ളതാണ്. മുത്തു റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബത്തിന്റെ പ്രകടനമാണ് സ്വലാത്ത്. അസ്വലാത്തു അലൻ നബിയിൽ മുസ്തഫ. രോഗങ്ങൾക്കുള്ള ശമനമാണ്, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള വഴിയാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. സ്വലാത്ത് ചൊല്ലാത്ത ചുണ്ടുകളാണോ, സ്വലാത്ത് ചൊല്ലാത്ത നാവുകളാണോ? മന്നസുയ സ്വലാത്ത് അലയ്യ, എന്റെ മേലിലുള്ള സ്വലാത്ത് ഒരാള് മറന്നുപോയാൽ, സ്വലാത്ത് ചൊല്ലാൻ സമയം കണ്ടെത്താതിരുന്നാൽ, സ്വലാത്ത് ചൊല്ലാനുള്ള നേരമുണ്ടാക്കാതിരുന്നാൽ, സദാസമയവും മൊബൈൽ ഫോണുകളും മറ്റു പരിപാടികളുമായി കഴിഞ്ഞുകൂടി സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സില്ലാതെ അങ്ങനെ അങ്ങ് ജീവിച്ച് മരിച്ചാൽ, മന്നസിയ സ്വലാത്ത് അലയ്യ, എന്റെ മേലിലുള്ള സ്വലാത്തിനെ നിങ്ങൾ മറന്നുപോയാൽ, ഖതുയ ത്വരീഖൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അവർക്ക് മറന്നു പോകുമെന്ന്, അവർക്ക് പിഴച്ചു പോകുമെന്ന് സ്വാദിഖുൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വലാത്ത് ജീവിതത്തിന്റെ ഭാഗമാകണം. നടക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലിക്കൂടെ? വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സ്വലാത്ത് ചൊല്ലിക്കൂടെ? അതുപോലെ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ ഒരു കുറഞ്ഞ സ്വലാത്ത് ചൊല്ലി കിടന്നുറങ്ങിക്കൂടെ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് ചൊല്ലി എന്ന് ഒരാളോട് ചോദിച്ചാൽ, നീ സ്വലാത്ത് ചൊല്ലിയോ മോനെ? അതെ, ഞാൻ സ്വലാത്ത് ചൊല്ലി എന്ന് ഒരാൾക്ക് പറയണമെങ്കിൽ അയാൾ എത്ര സ്വലാത്ത് ചൊല്ലണം? മഹാന്മാര് കിതാബുകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 300 സ്വലാത്തെങ്കിലും ചുരുങ്ങിയത് ചൊല്ലിയാൽ അയാൾക്ക് പറയാം, ഇന്ന് ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ നാവുകൾക്ക് തൗഫീഖ് നൽകട്ടെ, നമ്മുടെ ചുണ്ടുകൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അങ്ങ് ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കണം.